നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ റീ എമർജൻസ് ആണ്. അതിൻ്റെ പല തെളിവുകളിലൊന്നാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ പറ്റി നമുക്ക് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലീഡർഷിപ്പിനെ പറ്റിയും പല ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾക്ക് തന്നെയും ഇയാൾ ഉയർന്നു വരികയാണല്ലോ എന്ന തോന്നൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നിരവധിയായിട്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ആരും പപ്പു എന്ന് വിളിക്കുന്നില്ല. ഒരു കാലത്ത് പപ്പു എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെല്ലാം പത്രത്തിൽ പോലും അടിച്ച് വന്നിട്ടുണ്ട്. പത്രത്തിൻ്റെ എഡിറ്റ് പേജുകളിൽ പോലും വന്ന ചരിത്രമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരും പപ്പു എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഈ ലീഗിന് മുകളിലേക്ക് ഉയർന്നതാണ്. പക്ഷേ കോൺഗ്രസ് റീ എമർജ് ചെയ്ത് വരുന്നു എന്നും ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത് ഒറ്റയൊരാൾ രാഹുൽ ഗാന്ധി ടു പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഒരു ടീം ഇതിൻ്റെ പിന്നാലെ പോയിട്ട് 6 മാസത്തോളം പണിയെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് കണക്കുണ്ടാക്കിയിട്ട് വളരെ വിസിബിളാകുന്ന വിധത്തിൽ നല്ല ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ട് അതിന് കീഴിൽ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പടം വെച്ചിട്ട് ഈ പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള 3 പേരുടെ ചിത്രം വെച്ചിട്ട് എല്ലാം വളരെ ഡ്രമാറ്റിക്കായിട്ടും കൃത്യമായിട്ടും നടത്തി. വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും മറുപടി പറയാനുള്ളത് നടത്തി. അത് കോൺഗ്രസിൻ്റെ പണിയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. എന്താണ് അവർ ചെയ്തത്? 16 സീറ്റുകൾ അവർ ഇൻറ്റേർണൽ പോൾ നടത്തിയപ്പോൾ കർണാടകയിൽ 16 സീറ്റ് ലഭിക്കണം എന്ന് അവർക്കുള്ളിൽ കണക്ക് കിട്ടി. പക്ഷേ 9 മാത്രമേ ജയിച്ചുള്ളൂ. അപ്പോൾ അവർ ഉറപ്പായിട്ടും ജയിക്കുന്നില്ല. ആ 9 തന്നെ ഉറപ്പായിട്ടും ജയിക്കുന്നില്ല. 7 സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു. ആ 7 സീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് അവരെടുത്തു.